നമ്മളിപ്പം കുറേ കണ്ടീഷൻസ് പറഞ്ഞു, ലൈക്ക് റിക്കറൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് വരുന്നു, ചുമ മാത്രമായിട്ട് കാണുന്നു, എക്സീമാസ് ചെറിയ കുട്ടികളിൽ കാണുന്നു, കുറച്ചും കൂടി വലിയ കുട്ടികളാണെങ്കിൽ റിക്കറൻ്റ് ഇൻഫെക്ഷൻസ് ആയിട്ട് കാണുന്നു. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഒരു അലർജിയാണ് നമുക്ക് സംശയിച്ചാൽ നമ്മൾ എങ്ങനെയാണത് ബാക്കി ഇൻവെസ്റ്റിഗേഷൻ ട്രീറ്റ്മെൻറ്റ് സൈഡിലോട്ട് പോകേണ്ടത്? മെയിനായിട്ട് പേഷ്യൻ്റെ ഹിസ്റ്ററിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ അലർജി ആണെന്നുള്ള ഒരു ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അലർജീൻ്റെ ടെസ്റ്റ്, അലർജി ഉണ്ടോ ഇല്ലേ, ഉണ്ടെങ്കിൽ എന്തിനാണ് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. അത് നമുക്ക് സ്കിൻ പ്രിക്ക് ടെസ്റ്റിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ചുമയുള്ള കുട്ടിക്കാണെങ്കിൽ കുറച്ച് കാലമായിട്ട് ചുമയുണ്ട്, ഒരു 1 year ആയിട്ട് ചുമ മാത്രം, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആ കുട്ടീൻ്റെ ലങ് ഫങ്ഷൻ ടെസ്റ്റ്, ശ്വാസകോശത്തിൻ്റെ ടെസ്റ്റ് ചെയ്യണം. മെയിനായിട്ട് ഇങ്ങനെ ആസ്മ, അലർജി, ഇതിൽ സ്മോൾ എയർവേ ആണ് അഫക്റ്റഡ്. അപ്പോൾ ഈ സ്മോൾ എയർവേ അഫക്റ്റഡ് ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് ഈ FOT ടെസ്റ്റിലൂടെ കറക്റ്റായിട്ട് മനസ്സിലാക്കാം. ഈ ലങ് ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞല്ലോ, അപ്പം വലിയ ആൾക്കാർക്ക് നമ്മൾ ഈ സ്പൈറോമെട്രി പോലെയുള്ള ടെസ്റ്റുകളാണ് യൂഷ്വലി ചെയ്യാറ്. കുട്ടികൾക്കും അങ്ങനെ തന്നെയാണോ സ്പൈറോമെട്രി? ഈ സ്പൈറോമെട്രി ചെയ്യുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുട്ടികൾക്ക്, ഡീപ്പ് ഇൻഹലേഷൻ, ഡീപ്പ് എക്സലേഷൻ. പക്ഷേ FOT എന്ന് പറയുമ്പോൾ നോർമലായിട്ട് ഒരു കുട്ടി ശ്വാസം എടുക്കുന്നു, ശ്വാസം വിടുന്നു, അതിലൂടെ കറക്റ്റായിട്ട് ആ കുട്ടീൻ്റെ എയർവേ അഫക്റ്റഡ് ആണോ അല്ലയോ എങ്ങനെയാണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും.